പരിപാടിക്കാ? വിഷു ഷോപ്പിങ്ങിന്. ഹലോ, വിഷു ആയതുകൊണ്ട് ഒരു ഫാമിലി ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയുടെയും അനിയത്തിയുടെ ഒക്കെ കൂടെ ഞങ്ങൾ മണ്ണാർക്കാട് വസന്തത്തിലാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നത്. വസന്തം മണ്ണാർക്കാടുള്ള ഒരു പുതിയ കടയാണ്. അപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. ശരിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. വിഷു ഒക്കെ ആയതുകൊണ്ട് വിഷു സ്പെഷ്യൽ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് കാണാനുണ്ടായിരുന്നു. ഇവിടെ ഡ്രസ്സ് മാത്രമല്ല, നമുക്ക് ഫാൻസി ഐറ്റംസും ഫുട്വെയർ ഐറ്റംസും കുട്ടികളുടെ ടോയ്സിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ പർച്ചേസ് ചെയ്യാം. ഞങ്ങൾ ഇവിടുത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ് ഒക്കെ കണ്ട് കണ്ണ് തള്ളിപ്പോയ അവസ്ഥയായിരുന്നു. ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് വൈബ്രൻറ്റ് കളേഴ്സിൽ നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നു. സത്യത്തിൽ ഞങ്ങൾ ഒരുപാട് കൺഫ്യൂഷനായി പോയി. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചുരിദാറുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളത് ട്രയലൊക്കെ നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചത്തിലുള്ള ചുരിദാറുകളായിരുന്നു. ആസ് യൂഷ്വൽ എല്ലാ ലേഡീസും ചെയ്യുന്നതുപോലെ തന്നെ ഞങ്ങളുടെ ഷോപ്പിങ്ങിൻ്റെ വലിയൊരു സമയം ഞങ്ങൾ ചുരിദാർ നോക്കിയിട്ടാണ് അത് ചിലവഴിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അനിയത്തിൻ്റെ കുഞ്ഞുമാവയും കൂടെ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ടായിരുന്നു ഞങ്ങൾക്ക് ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. എങ്കിലും വലിയ വാശിയൊന്നും ഇല്ലാതെ മോൻ ഒരുപാട് നേരം ഒതുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രിയാണ് ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. ഒരു നൈറ്റ് ഷോപ്പിംഗ് എല്ലാവർക്കും ഒരു രസമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ടൗണിലൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നല്ലൊരു വൈബാണ്. നമ്മൾ എവിടെയാണെങ്കിലും മിറർ കണ്ട വെറുതെ വിടാറില്ല. അതുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു വൈകുന്നേരമാണ്. നമുക്ക് അവർ ചായയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ടയേർഡാവുമ്പോൾ കൈയെത്തും ദൂരത്ത് ഇതുപോലെ ചായ കിട്ടുന്നത് എന്നെപ്പോലുള്ള ചായ പ്രേമികൾക്ക് വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിഫ്രഷ് ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാം. സാധാരണ നമ്മൾ ജ്വല്ലറിയിൽ മാത്രമാണ് ഇതുപോലെയൊക്കെ കണ്ടുവരാറുള്ളത്. പക്ഷേ ടെക്സ്റ്റൈൽസ് രംഗത്തുള്ള ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ ശരിക്കും നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട, അല്ലെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഹാപ്പി ആയിട്ട് ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം. ഞങ്ങൾ ഒരു ഫാമിലി ഷോപ്പിങ്ങിന് വന്നതാണ്. ഒരു ഗ്രാൻഡ് ഷോപ്പിംഗ് ആണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെയുള്ള ഒരുപാട് ഡ്രസ്സുകൾ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഞങ്ങൾക്ക് ഈ ടെക്സ്റ്റൈൽസിൽ ചിലവഴിക്കേണ്ടതായിട്ടും വന്നിരുന്നു. പക്ഷേ നമ്മളെപ്പോലെ ഷോപ്പിംഗ് ക്രേസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് വളരെ എൻജോയ് ചെയ്ത് ചെയ്യാമായിരുന്നു. പക്ഷേ കൂടെയുള്ള ജെൻസിന് അത് ഇഷ്ടാവില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ കുട്ടികൾക്ക് ഇവിടെ എൻ്റർടൈൻമെൻറ്റിന് ബലൂണൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കും കൂടെയുള്ളവർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റാണിത്. പിന്നെ സോനുവിനും അതുപോലെ കസിൻസിനൊക്കെ ആയിട്ട് ഇതുപോലെ കുഞ്ഞു ഡ്രസ്സുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്, ആൺകുട്ടികൾക്ക് ചില കടകളിൽ പോയി കഴിഞ്ഞാൽ നല്ല സെലക്ഷൻ ഉണ്ടാവില്ല. അതേസമയം പെൺകുട്ടികൾക്കാണെങ്കിൽ നിറയെ ഡിസൈനിലും നിറയെ കളറിലൊക്കെ ഡ്രസ്സുകൾ നമുക്ക് കാണാൻ കഴിയും. സാരികളുടെയും ഒരു വലിയ കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുമായിരുന്നു. അതും നല്ല ഭംഗിയിൽ നല്ല രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട്. നല്ല ക്ഷമയോടെ ഒരുപാട് നേരം ഇരുന്നൊക്കെ തിരയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല ഡ്രസ്സുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല നല്ല സാരികളൊക്കെ കാണുമ്പോൾ നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ഇവിടെ ഫാൻസി ആൻഡ് ഫുട്വെയർ ഒരു സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നിറയെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ചെരുപ്പുകളും ബാഗുകളും അതുപോലെ മേക്കപ്പ് പ്രൊഡക്ട്സും ഓർണമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഈ ഒരു സെക്ഷൻ. ഇവിടെ എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയൊരു മൊമെൻറ്റ്, ഞാനിവിടെ ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. സെയിൽസ് ഗേളാണ്. അവൾക്ക് യൂട്യൂബ് തുടങ്ങണമെന്നുണ്ടായിരുന്നു. വേണ്ടത്ര സപ്പോർട്ടില്ലാത്തതുകൊണ്ട് മടിച്ചു നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അതുമാത്രമല്ല, ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് ഹാപ്പിയാക്കാൻ ആ കുട്ടിക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് എനിക്ക് തോന്നി. ശരിക്കും പോസിറ്റീവ് വൈബുള്ള ഒരു പെൺകുട്ടി. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സെക്ഷനിൽ തന്നെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. നല്ല രസമുള്ള ഡിസൈനുകളുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാഗുകളുടെ വലിയൊരു കളക്ഷൻസും നമുക്കിവിടെ കാണാൻ കഴിയുമായിരുന്നു. ആ സെക്ഷനിൽ തന്നെ നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കി. നല്ല കളറൊക്കെ ആയിട്ടുള്ള നെയിൽ പോളിഷ് ആയിരുന്നു. ആൻഡ് ഫൈനലി ബില്ലിങ്ങും പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. നമുക്കിത് ഡ്രസ്സ് പാക്ക് ചെയ്ത് തരികയാണ്. സാധാരണ ടെക്സ്റ്റൈൽസുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ആചാരമാണ്, നമ്മൾ ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബിഗ് ഷോപ്പറും കർച്ചിഫൊക്കെ നമ്മുടെ ബാഗിൻ്റെ കൂടെ ലഗേജിൻ്റെ കൂടെ ഇട്ട് തരാറുണ്ട്. നമുക്കും അതുപോലെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് വേറെയും കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നമ്മൾ ഇനി പോകുന്നത് സാമിയ സിൽക്സിലാണ്.
അവിടുന്ന് നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്. വിഷു ആയതുകൊണ്ട് തന്നെ എല്ലാവിടെയും നല്ല തിരക്കും അതുപോലെ നല്ല കളക്ഷൻസും ആണ്. ഇന്നത്തെ ഷോപ്പിംഗ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇതൊരു ഗ്രാൻഡ് ഷോപ്പിംഗ് ആണ്. അതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ ആർക്കാ ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും കുറച്ച് ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ കടകളിലും ഈ ഒരു സീസൺ സമയത്ത് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സീസൺ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസൊക്കെ നമുക്ക് കിട്ടും. സത്യത്തിൽ ഷോപ്പിംഗ് ചെയ്ത് ഒരുപാട് ടയേർഡായെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് നേരം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നടന്ന് തിരയാനുണ്ടായിരുന്നു. കുഞ്ഞുവാവ എൻ്റെ കൂടെ വളരെ കൂളായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു സമാധാനമായിരുന്നു. നമ്മുടെ ഷോപ്പിംഗ് ഏതാണ്ട് അവസാനിച്ചു. നമുക്കിനി ഭക്ഷണം കഴിക്കണം, നല്ല വിശപ്പുണ്ട്. നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, വൃന്ദാവൻ. നമുക്ക് അവിടെ പോയിട്ട് ഡിന്നർ കഴിക്കണം. ഞങ്ങൾ പൊറോട്ടയും ഗ്രീൻ പീസും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ.